കുംഭമേള നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് നാഗസന്യാസിമാർ. അപ്പോൾ അവർ ആക്ഷേപിക്കുന്ന രീതിയിലാണ് കേരളത്തിലുള്ള പലരെയും പ്രതികരണം. അങ്ങനെ ആക്ഷേപിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായും നമ്മുടെ കേരളമായതുകൊണ്ട് തന്നെ കുംഭമേള തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. കേരളമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുരോഗമന ബുദ്ധിജീവി സമൂഹമാണ് എന്തും വിധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അറിയാമായിരുന്നു കുംഭമേള വരുമ്പം തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് നാഗസന്യാസിമാരായിരിക്കും. ശരിക്കും നമുക്ക് വളരെ വിഷമം തോന്നി. എന്താണ് കുംഭമേള എന്നോ ആ കുംഭമേളയുടെ മഹത്വം എന്താണെന്നോ നാഗസന്യാസിമാർ അവരെന്താണെന്നോ ഒന്നും അറിയാതെ കേവലം ആ നഗ്നതയ്ക്ക് മാത്രം അവരുടെ ആ ഒരു നഗ്നതയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് കാണുമ്പം തല കുനിക്കുന്നു എന്ന് പറയുന്ന കുറേ പുരോഗമനവാദികളെ ഞാൻ കണ്ടിരുന്നു അല്ലേ, നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കണം, കലാലയങ്ങളിൽ നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് തുണിയില്ലാത്ത രമിക്കുന്ന തരം ചിത്രങ്ങൾ ഇട്ടിട്ട് നവാഗതരെ സ്വാഗതം ചെയ്തിട്ടുള്ള ഇടത് പ്രബുദ്ധ കേരളമാണ് നമ്മുടേത് അല്ലേ. ആർത്തവ കവാടങ്ങൾ ഒരുക്കി വെച്ചിട്ട് അപ്പോൾ അതിലൊന്നും അവിടെ നിന്ന് സിംബിളൈസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ആ ഒരു നമ്മുടെ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സ്ത്രീയുടെ യോനി കവാടം കണ്ടു കഴിഞ്ഞാൽ ലജ്ജിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഇതേ ആൾക്കാർക്ക് തന്നെ സന്യാസിമാരുടെ നഗ്നത കാണുമ്പം ലജ്ജ തോന്നുകയാണ്. ആലോചിച്ച് നോക്കണം ആ ഒരു ഇരട്ടത്താപ്പ് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കും എന്തുകൊണ്ടായിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സനാതനം എന്ന് എന്ത് കണ്ടാലും സനാതനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും ഇവിടെ ഇടത് പ്രബുദ്ധ കേരളത്തിൽ വളരെ അതിന് എങ്ങനെയെങ്കിലും ടാർണിഷ് ചെയ്യുക അല്ലേ, കരിവാരി തേക്കുക എന്നുള്ളൊരു അജണ്ട വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അത് നമുക്കറിയാം. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരായിക്കോട്ടെ എല്ലാവരും നമുക്ക് കുഴിപ്പുഴ തന്നെ ബാക്കി എവിടെ പോയി കഴിഞ്ഞാൽ അത് ചായ കുടിക്കണമെങ്കിൽ പോലും നമുക്കറിയാവുന്നതാണ് അല്ലേ. കുരിപ്പുഴ ശ്രീകുമാറിനെ പോലുള്ളൊരു കവി ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ഗണപതി ചിത്രങ്ങളില്ലാത്ത അവിടെയും ഗണപതിയെ കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കയ്യടി കിട്ടും, ഒരു വിഭാഗത്തിൻ്റെ കയ്യടി. അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ നിങ്ങളെ മതേതരനായിട്ട് കാണും എന്നുള്ള ഹിന്ദുവിനെതിരെ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിനെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മതേതരൻ എന്നുള്ള ലേബൽ ചാഴ്ത്തപ്പെടും എന്നുള്ളൊരു മിഥ്യാധാരണ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്കുണ്ട്, പുരോഗമനവാദികളായിട്ടുള്ള ബുദ്ധിജീവികൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടത് നാഗസന്യാസിമാരുടെ ഈ നഗ്നത എന്ന് പറഞ്ഞു. എന്താണ് നാഗ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ കുംഭമേള എന്താണെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് അല്ലേ. എല്ലാ BBC തൊട്ട് എല്ലാത്തിലും കുംഭമേള എന്തായിരുന്നു എന്നുള്ളതിനെ കാണിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ പണ്ടത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഹ്യുവാൻസാങ് ആണെന്ന് തോന്നുന്നുണ്ട് ആദ്യത്തിൽ കുംഭമേളയെക്കുറിച്ചുള്ള വലിയൊരു വിവരണം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു മഹാ ആഘോഷമാണ് കുംഭമേള. കുംഭമേള എന്ന് പറയുമ്പോൾ എന്തുവാണ്, നമ്മുടെ സന്യാസ സമൂഹം എന്ന് പറയുമ്പോൾ അറിയാം ഇന്ത്യ ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്യാസ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പരിഭാവനതയുണ്ട്. അതിലെന്തോ ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോഴാണല്ലോ ഈ ജാതി മതം ഈ ഒരു വേർതിരിവ് വെച്ചിട്ട് സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണതയുടെ ഐക്കണായിട്ട് കാണുന്നത്. കേരളത്തിൽ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു വിശ്വാസി തനിക്കെതിരെയുള്ള മതത്തെ പരമാവധി ആക്ഷേപിക്കുക, അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറുക, ആക്ഷേപിക്കുക, ആ രീതി എന്താണ് വർദ്ധിക്കാൻ കാരണം? തുടക്കം എവിടെ നിന്നായിരിക്കും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അല്ലേ. തുടക്കം എന്ന് പറയുമ്പോൾ ഒരു മതത്തെ മാത്രം കൃത്യമായിട്ട് ആക്രമിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതായത് ആ ഒരു മതം മാത്രം എന്നും നവോത്ഥാനം ചെയ്യപ്പെടണം എന്നുള്ളൊരു രീതി അല്ലേ. ഹിന്ദു മതത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആചാരങ്ങൾക്ക് മാത്രം എപ്പോഴും ആ ഡൂസ് ആൻഡ് ഡോൺസ് അല്ലെങ്കിൽ ഹിന്ദു മതം സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ജാതീയത കൊണ്ടുവരിക ആ രീതിയിലുള്ളൊരിത് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സനാതനം എന്ന് പറഞ്ഞാൽ ഈ ജാതീയത എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം സനാതനമാണ് ശരിക്കും പറഞ്ഞാൽ. വൈദിക കാലഘട്ടം അപ്പോഴും നമുക്കുണ്ട്, പശുപതിയുടെ ഇതുണ്ട്, നമ്മൾ പ്രകൃതി ആരാധിച്ചിരുന്നവരാണ്. ഇനി നോക്കൂ സംഘം കൾച്ചർ. ഈ സംഘം കൾച്ചറിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആരണൈസേഷൻ ഉള്ളത്, എന്താണ് ബ്രാഹ്മണിക്കൽ ഹെജ്മണി ഉള്ളത്? സംഘകാലഘട്ടത്തിലെ കൃതികൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ദൈവം എന്ന് പറയുമ്പോൾ മുരുകനാണ്. അതിൽ നമ്മൾ നോക്കണം സംഘകാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ഡെപിക്റ്റ് ചെയ്തേക്കണം മുരുക ഭഗവാനെയാണ്. അപ്പോൾ അവിടെ ഒരു ആര്യനൈസേഷനോ ബ്രാഹ്മൺ സെറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു കേരളത്തിൽ സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സവർണതയാണ്, ബ്രാഹ്മണൈസേഷൻ ആണെന്നുള്ള രീതി കൊണ്ടുവന്നാൽ മാത്രമേ ഒരു കൂട്ടർ എപ്പോഴും അതിനെതിരായിട്ട് നിൽക്കൂ എന്നറിയാം. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിലാണ് ഈ ഒരു ഇടതെഴുത്ത് എല്ലാം ആ രീതിയിലായത്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. സത്യം ജാതീയത ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഇന്ന് ജാതീയതയ്ക്കപ്പുറം നമ്മൾ എന്താ പറയുക നാസ്തികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇതിൽ ചാർവാകന്മാരുണ്ട്, വിശ്വാസമേ ഇല്ലാത്തവരെ പോലും ആ ഋഷികളുടെ കൂട്ടത്തിൽ പെടുത്തി ആരാധിച്ചിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. പക്ഷെ ഇവിടെ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേള വരുന്നു, കുംഭമേള വന്നു കഴിയുമ്പോൾ നാഗസന്യാസിമാർ വരുന്നു. അപ്പോൾ അവരുടെ ലജ്ജ തോന്നുന്നു, ലോകത്തിന് മുന്നിൽ നഗ്നത കാണിച്ച് ഇതാണോ പ്രാചീന ലോകം മുന്നോട്ട് പോകുന്നു, ഇന്ത്യ താഴേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ നമ്മൾ കണ്ടു.
എന്നാലോചിച്ച് നോക്കണം. ടെക്നോളജി ഇട്ട് കയ്യിൽ അമ്മാനമാടുന്നുള്ള ആപ്പിളിൻ്റെ അവർ വന്നിട്ട് അവരെന്താ വന്നത്, കുംഭമേളയിൽ വന്നു ഭാഗമാവുന്നു അല്ലേ. എന്താണ് ടെക്നോളജിക്കപ്പുറം നമ്മളറിയാം നൂറ്റാണ്ടിനൊപ്പം, അതായത് ഈ ഒരു 21st സെഞ്ച്വറിക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ടെക്നോളജിയുടെ ആളുടെ അവർക്ക് ഈ ധർമ്മത്തിൽ എന്തോ മൂല്യം ഉണ്ടെന്ന് തോന്നി അവർ വരുവാണ്. പക്ഷെ നമുക്ക് മാത്രം ഇകഴ്ത്തലാണ്. ആ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവിടെ ആലോചിച്ച് നോക്കണം പറയുന്നത്. അപ്പം അതെ, ജൂതന്മാരെ കുറിച്ച് ഭയങ്കര ആക്ഷേപമുണ്ട്. അതേ ജൂതൻ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇരുന്നാണ് നമ്മൾ അതാണ് ഏറ്റവും വലിയൊരു തമാശ. അപ്പോൾ എല്ലാത്തിലും ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നാഗന്മാരുടെ ഒരു കാര്യം പറയുമ്പോൾ, നാഗസന്യാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിൽ നിന്നൊക്കെ അപ്പുറമാണ്. ദിക്കുകളെ വസ്ത്രമാക്കി കഴിയുന്നവരാണ്. കാരണം ഒന്നിനോടും അവർക്കിതില്ല. അവരുടെ വെച്ചാൽ രാഷ്ട്രക്ഷേമം എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഈ കുംഭമേളയ്ക്ക് മാത്രമായിട്ടാണ് നമ്മുടെ ബാക്കി സമയങ്ങളിലൊന്നും അവരെ കാണാറില്ലല്ലോ. അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം അങ്ങനെയൊന്നും അവർ പറയാറോ ഒന്നിനും അവർ പറയുന്നില്ല നാഗ സെക്റ്റിലേക്ക് വരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരൂ, ഞങ്ങളുടെ ഈ സെക്റ്റ് വിശ്വസിക്കാത്തവനെ കൊന്നുകളയണം, ശിവനാണ് ദൈവം, ശിവനെ മാത്രം വർഷിപ്പ് ചെയ്യൂ, ശിവൻ മാത്രം, അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. മൊത്തത്തിൽ അവരുടേതായ ആ ഒരു തപസ്, അവരുടെ സെക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള അവരുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കപ്പുറം അവർ ലോകത്തെ മൊത്തം കാണുന്ന മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് അല്ലേ. അവർക്ക് ഒന്നിനോടും പ്രതിബദ്ധതയില്ല. ലൗകികത മൊത്തത്തിൽ മാറി സന്യസ്തത എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നിനോടും ഒരു ഇതില്ല. എല്ലാം പ്രകൃതിയും ഞാനും, അതാണ് അഹം എന്നുള്ള ഭാവം മൊത്തത്തിൽ പോയി കഴിഞ്ഞു. എല്ലാത്തിലും പ്രകൃതിയെ കണ്ട് പ്രകൃതിയും ഞാനും ഒന്നാണെന്നുള്ള ഭാവം വരുമ്പോഴാണ് പിന്നെ വസ്ത്രം നാണമെന്നോ ഒന്നും ഇല്ലാതെ വരുന്നത്. അതൊന്നും മനസ്സിലാക്കാനുള്ളൊരിതില്ല. ശരിക്കും നമ്മുടെ നഗ്നത എന്ന് പറയുമ്പം ആലോചിച്ച് നോക്കണം. ലോകം മുന്നിൽ തന്നെ നിൽക്കുന്നത് നമുക്കൊരു ഗോമതേശ്വര സ്റ്റാച്യു ഉണ്ടല്ലേ, ശ്രാവണ ബേൽഗോളയിലുള്ള ബാഹുബലിയുടെ ആ ഒരു ഇതുണ്ട്. അതിൽ തന്നെ പൂർണ്ണ നഗ്നനായിട്ടുള്ള അത് കാണുമ്പോൾ മാർക്കാണ് എന്ത് ലജ്ജയാണ് തോന്നുന്നത്. അത് സിംബോളിസൈക്കുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഭാരതീയ പൈതൃകം. തീർത്ഥങ്കരന്മാർ എഴുതപ്പെട്ട നമുക്ക് ജൈന മതത്തിലുണ്ട്. ജൈന വിഭാഗം തന്നെ രണ്ടാണ് നമുക്കറിയാലോ. അതിൽ തന്നെ ദിഗംബരന്മാരുണ്ട്. ദിഗംബരം എന്ന് വെച്ചാൽ ദിക്കുകളെ വസ്ത്രമാക്കിയുള്ള വസ്ത്രം ഉപേക്ഷിച്ച് നടക്കുന്ന ആൾക്കാർ, സന്യാസം. ഇതെല്ലാം ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ബുദ്ധനാണ് ഏറ്റവും വലിയതെന്ന് പറയുമ്പോൾ ഈ ബുദ്ധൻ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ കുറേ ആൾക്കാരുടെ ഇതുണ്ട്. ഹിന്ദു അല്ല, ബുദ്ധൻ വേറെയാണ്, ബുദ്ധമതമാണ്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിൽ നോക്കുമ്പോൾ തന്നെ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാതീയ വ്യവസ്ഥയോട്, അന്നത്തെ എന്താ പറയുക കാണുന്ന ആ ഒരു ജാതീയതയോട് പടപെടുത്തി പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു സെക്റ്റാണ് ഈ ബുദ്ധിസം. അന്നും ബുദ്ധിസം എന്ന് പറഞ്ഞത് ഉണ്ടാവുന്നതിന് മുമ്പും ഇവിടെ മറ്റ് ഈശ്വരന്മാരും ഒക്കെ സങ്കല്പം ഉണ്ടായിരുന്നു. അതായത് ഹിന്ദു മതത്തിൻ്റെ ഇതുണ്ട്. പക്ഷെ അതിവിടെ പറയുമ്പോൾ എപ്പോഴും ഇവർ തർക്കിച്ച് കൊണ്ടുവരുന്നത് ഹിന്ദു മതത്തിന് മുമ്പേ ഉണ്ടായതാണ് ബുദ്ധമതം എന്നും അടിച്ച് അങ്ങനെ ആക്കി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യർക്കും അദ്ദേഹമാണ് ആ ഒരു അദ്വൈത ഫിലോസഫി കൊണ്ടുവന്ന് പുതിയൊരു രീതിയിലേക്ക് ഒരു ഇത് കൊണ്ടുവരുന്നതെന്നുള്ളത്. ഈ മതം പ്രാചീനമാണ്. നമുക്കറിയാം സിന്ധു നദീ തടങ്ങളിൽ ഉയർത്തിരിഞ്ഞപ്പോൾ പോലും ഉണ്ടായിരുന്ന അന്ന് കിട്ടിയിട്ടുള്ള നാണയങ്ങൾ ഇന്നും നമുക്കറിയില്ല. ഡെസിഫർ ചെയ്തിട്ടില്ല അവരുടെ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റൊക്കെ ഡെസിഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമായിരിക്കും എന്തായിരുന്നു നമ്മുടെ സംസ്കൃതി എന്ന്. അന്നും കിട്ടിയിട്ടുണ്ട്. ഗോഡസ് പശുപതി എന്ന് പറഞ്ഞുള്ള കോയിൻസും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പിന്നിലേക്ക് മാറ്റിവെച്ച് എപ്പോഴും ഒരു സന്യാസ സമൂഹത്തെ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനെ അടച്ചാക്ഷേപിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിട്ടൂരം അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. എല്ലാം സർവം ശിവമയം എന്നുള്ള ഇതിലാണ് ഈ ഒരു എന്താ പറയുക. ഇത് പറയാനുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീത. എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ചുള്ള ഒരു കുട്ടിയുടെ അവരുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി IT ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടി പിന്നീട് പോയത് അവർ കണ്ടിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് പിണ്ടം വെച്ച് സ്വയം കുടുംബ ബന്ധങ്ങളിൽ നിന്നായി ഒക്കെ ഇറങ്ങിപ്പോയിട്ട് നാഗസന്യാസിയായിട്ട് മാറി പിന്നീട് അവർ ഏതോ ഒരു കുംഭമേളയ്ക്ക് പോയപ്പം കണ്ടിട്ടുണ്ട് ഈ കുട്ടീനെ. അപ്പം ബന്ധങ്ങളെല്ലാം പിന്നീട് ഒരു നാഗസന്യാസി ആവുന്ന ആൾക്ക് ബന്ധമൊന്നുമില്ല. അങ്ങനെ അവരൊരു വേറെ ഒരു തലത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു തലത്തിൽ പോകുന്ന ആൾക്കാരെയാണ് നഗ്നത കണ്ട് ലജ്ജ തോന്നുന്നു എന്ന് പറയണത്. ആരാ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ശരീരം, മൈ ബോഡി മൈ ഫ്രീഡം എന്ന് പറഞ്ഞ് നഗ്നതയ്ക്ക് ഒരു വിലക്കുമില്ല, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞ് തിട്ടൂരി ഇറക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ലജ്ജ തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ കുംഭമേള വരുമ്പം അതിൽ നാഗസന്യാസിമാരുടെ നഗ്നത കാണുമ്പോൾ മാത്രം ലജ്ജയാണ്. ഈ കേരളത്തിൽ നടക്കുന്ന ഈ ആഭാസങ്ങൾക്കൊന്നും അവർക്ക് ലജ്ജയില്ല. നമുക്ക് ആലോചിച്ച് നോക്കണം. നവാഗതർക്ക് വേണ്ടിയിട്ട് ഉടുതുണി ഉഴിഞ്ഞു വെച്ച ആ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയ ഇതേ കേരളത്തിലായിരുന്നു കൊണ്ടാണ്, പ്രബുദ്ധ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത് നഗസന്യാസിമാരുടെ നഗ്നത കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈ ഒരു ഇടത് ആൾക്കാരോട് നമുക്ക് തോന്നാനുള്ള അകൽച്ചക്കുള്ളൊരു കാരണം തന്നെ ഇത് തന്നെയാണ്. ആരെ പ്രീണിപ്പിക്കാനാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൊക്കെ വേണ്ടി പ്രീണനം കൊണ്ടുവന്നിട്ടാണ് ഒരു മതത്തിനെ മാത്രം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് പറ്റും? മറ്റേ സൈഡിലുള്ളവരും അതിലും തീവ്ര ചിന്താഗതിക്കാരുണ്ടാവും. ഹിന്ദുവിൽ തന്നെ അവരെന്ത് ചെയ്യും? തീർച്ചയായും ഇതിനപ്പുറമുള്ള രീതിയിലുള്ള ആക്രമണ ശൈലി അയച്ചുവിടും. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്? സമൂഹം രണ്ട് തട്ടാണ്. ഇവിടെ മതം പറഞ്ഞിട്ടുള്ള ചേരികൾ, ശരിക്കും ഈ മതങ്ങൾ തമ്മിൽ മുട്ടനാടുകളെ പോലെ തമ്മിൽ അടുപ്പിച്ച് ചോര
കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഇടത് ലിബറലിസമാണ്. അതിനെയാണ് പൊതുശത്രുവായിട്ട് കാണേണ്ടത് നമ്മൾ.